അപ്പോൾ സുബൈക്ക് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ തോന്നില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രകൃതമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചം വീഴുന്നതിൻ്റെ മുമ്പേ തന്നെ എന്നോട് എല്ലാവരും ചോദിക്കുക, എന്തിനാ ഈ സ്കൂളില്ലാത്ത സമയത്തൊക്കെ എണീച്ച് കണ്ട് ഈ നേരത്തെ ചായ കടിയൊക്കെ ഉണ്ടാക്കണത് ചോദിക്കും കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ശീലമായിപ്പോയി. ഞാൻ കിടന്നാൽ എനിക്ക് ഉറക്കം കിട്ടൂല. പിന്നെ ആ ഒരു വെളിച്ചം നമുക്കിങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കിടക്കാനുള്ളൊരു എന്തോ ഒരു സമാധാനക്കുറവാട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ ചായയും കടിയൊക്കെ ഉണ്ടാക്കൽ തുടങ്ങി. അങ്ങനെ ഇതാ കടുകൊക്കെ പൊട്ടിച്ച് ചട്നിക്ക് തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. തിളയ്ക്കുന്നതിന് മുമ്പേ തന്നെ വാങ്ങി വെക്കും കേട്ടോ. പിന്നെ ഞാൻ തലേന്ന് അരച്ച് വെച്ച ദോശമാവാണ്. അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ദോശ ചുട്ടു. പിന്നെ ചായയും കൂടെ ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം നല്ല വെളിച്ചം കാണണ്ട. അപ്പോൾ വേഗം ഞാൻ തന്നെ മുറ്റടിക്കാൻ പോയി. മോളൂന് അകടിച്ചേരി ഇട്ടും കൊടുത്തിട്ടോ. അവൾ തുടച്ചോളും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉച്ചക്കലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ നിന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇന്ന് പിന്നെ ഇടയിലൊക്കെ നമ്മൾ ചിക്കനും മീനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തടയണമല്ലോ അല്ലേ. അപ്പം അങ്ങനെ തന്നെയാണ് ഇവിടെ കേട്ടോ. മക്കൾക്ക് മീനോ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം ഇന്ന് ചിക്കൻ വാങ്ങിയിട്ട് അതുകൊണ്ട് കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ക്യാബേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തോരനും ഉണ്ടാക്കി. പിന്നെ ചിക്കനിൽ എല്ലില്ലാത്ത പീസ് കറിയിലിട്ടാൽ കഴിക്കൂല. അപ്പോൾ ഞാനതെടുത്തിട്ട് ഫ്രൈ ആക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറ് വിളമ്പാൻ വന്നപ്പോൾ ഒരാളുണ്ട് ഇവിടെ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടോ അടുക്കളയിൽ. അപ്പോൾ ഞാൻ എന്താ അവിടെ ചോറ് വിളമ്പാൻ പോവാ, വീഡിയോ എടുക്കാൻ വിളിക്കണ പോലെ കേട്ടോ. അപ്പോൾ ഇതാ നല്ല വെയിലാണ് ഇന്ന് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും നല്ല വെയിലുണ്ട്. അപ്പോൾ എല്ലാവരും തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു നേരത്തെ വെപ്പാണ് ഇവിടെ. രാവിലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കുകയുള്ളൂ. ചോറ് തികഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ദോശയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ തന്നത്തെ ഫുഡും കാര്യങ്ങളും വിശേഷങ്ങളും കഴിഞ്ഞ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ.